ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ മടിഞ്ഞ് അങ്ങനെ ഒരു 3 ദിവസവും ഒന്നും പറഞ്ഞില്ല. 4-ാമത്തെ ദിവസം എനിക്ക് നടുവ് അനക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ 4 മണിയായപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബ്രദർ ഇവിടെ ഒറ്റ കഴിക്കണേ. ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് എൻ്റെ നടുവ് അനക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ബ്രദർ ഇവിടെ പിടിച്ചു, ഇല്ലാതെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ആ നടുവേദന മാറി. പക്ഷേ നമ്മൾ ഈ ഭവനത്തിൽ വന്നപ്പോൾ നമ്മൾക്കൊരു നല്ല ആത്മീയ വിരുന്നാണ് ഇവിടെ ഒരുക്കിയത്. ബ്രദറിൻ്റെ ഗ്ലാസ് ഞാൻ തൃശ്ശൂർ മണ്ണൂത്തിൽ വെച്ച് കേട്ടത് 97-98 പക്ഷേ കർത്താവ് വചനത്തിലൂടെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വള്ളിപ്പുള്ളി ഇല്ലാണ്ട് എല്ലാം അതിൻ്റെ ഉൾക്കാഴ്ച എന്താണെന്ന് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് വചനത്തിൽ നടക്കുവാനും വചനം പ്രഘോഷിക്കണം. മർക്കോസ് 16:15 പോലെ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു കൃപകൾ ഈ 5 ദിവസത്തെ ക്ലാസ്സിലൂടെ എനിക്ക് പകർന്നു തന്നു. കാര്യം എനിക്കൊരു ഒരു മനോഭാവം ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ജ്ഞാനത്താൽ നിറക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശയ്യ 25-ാം അധ്യായം 6-7 വചനമാണ് എൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് വായിച്ച്. 25:6-7. ആ മൂടുകൂടെ ഇതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈശോ പിന്നെ വേറെ ഒരു വചനം കൊടുത്തു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയും ശുഭമായ ഭാവിയും പ്രത്യാശയും വഹിക്കുന്ന പദ്ധതി. അപ്പോൾ കർത്താവ് ഇത് തന്നു കഴിഞ്ഞപ്പോൾ ഞാനെന്ന് പറഞ്ഞ ഒരു അൺലോഡിങ്ങുകാരനാണ്. ഞാൻ ദൈവത്തിന് അറിഞ്ഞിട്ട് 24 കൊല്ലമായി. പക്ഷേ ഇവിടെ എൻ്റെ ഈ സഗിയോൻ തറവാട്ടിൽ വന്നിട്ട് 7 കൊല്ലമായി. 7 കൊല്ലമായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു, പ്രാർത്ഥിച്ച് കൊണ്ടുപോകുന്നു. ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 16-ൽ എനിക്ക് ഞാനിവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിവിടെ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപകൾ എനിക്ക് തന്നെയെന്ന് പ്രാർത്ഥിച്ചു. 2016-ൽ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്നെ ഇവിടെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനുവദിച്ചു. അപ്പോൾ എനിക്ക് ഈ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്.